രമ്യ, ഇന്നലെ രാത്രി 12:45 ഈ സംഭവം ഉണ്ടാകുന്നത്. 2 കോച്ചുകളാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. AC കോച്ചുകൾ ഉൾപ്പെടെ കത്തി നശിച്ചു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഈ ട്രെയിനിൽ ഒരു കോച്ചിൽ 82 യാത്രക്കാരും മറ്റൊരു കോച്ചിൽ 76 യാത്രക്കാരുമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും തീപിടുത്തത്തിൽ ഒരു മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചന്ദ്രശേഖർ സുബ്രഹ്മണ്യം എന്നയാളാണ് മരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഈ തീപിടുത്തം ഉണ്ടായതിനു ശേഷം, തീ അണച്ച ശേഷം ഒരു കോച്ചിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. ഈ തീപിടുത്തം ഉണ്ടാവുന്ന ആ സമയത്ത് നിരവധിയായിട്ടുള്ള യാത്രക്കാർ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതിനാൽ കൂടുതൽ അപകടങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ആർക്കും പരിക്കേറ്റതായി ഇതുവരെ റിപ്പോർട്ട് വന്നിട്ടില്ല. എന്തായാലും വിശാഖപട്ടണത്ത് നിന്ന് 66 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്റ്റേഷനിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കനകാപ്പള്ളി ജില്ലയിലെ യലമഞ്ചലി എന്നുള്ളൊരു സ്റ്റേഷനാണ്. ആ സ്ഥലത്ത് എത്തുമ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. ഈ കനത്ത പുക വരുന്നത് കണ്ട ലോക്കോ പൈലറ്റുമാർ ഉടൻ ട്രെയിൻ നിർത്തുകയായിരുന്നു. റെയിൽവേ ഉദ്യോഗസ്ഥർ അഗ്നിശമന സേനയെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഫയർ എഞ്ചിൻ വരുന്നതിന് മുൻപ് തന്നെ 2 കോച്ചുകളും പൂർണ്ണമായി കത്തി നശിച്ചു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കനത്ത പുകയായിരുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു അപകടത്തിലേക്ക് പോകുന്നതിന് മുൻപ് ആളുകൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതിനാൽ മരണം കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാത്രി 12:45 സമയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രെയിനിലൊക്കെ യാത്രക്കാർ ഉറങ്ങുന്ന ഒരു സമയമാണ്. എന്തായാലും വലിയ അപകടങ്ങളിലേക്കൊന്നും പോയില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്തായാലും എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണം എന്നുള്ളത് വ്യക്തമായിട്ടില്ല. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റെയിൽവേ അറിയിക്കുന്നത്. ഈ സംഭവത്തെ തുടർന്ന് വിശാഖപട്ടണം വിജയവാഡ റൂട്ടിലെ ട്രെയിനുകളെല്ലാം റദ്ദാക്കിയിട്ടുണ്ട്. ചിലതെല്ലാം വൈകിയാണ് ഓടുന്നത് എന്നുള്ള വിവരം നമുക്ക് വരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ കത്തി നശിച്ച കോച്ചുകളെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. ഈ തീപിടുത്തം കഴിഞ്ഞതിന് ശേഷം തന്നെ ഈ 2 കോച്ചുകളും പൂർണ്ണമായും തന്നെ ട്രെയിനിൽ നിന്നും വേർപെടുത്തി എന്നുള്ള വിവരം വരുന്നുണ്ട്. എന്തായാലും ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസ് എന്നുള്ള ട്രെയിനാണ് തീപിടുത്തത്തിനിരയായത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇതിലൊരു മരണവും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാത്രി 12:45 അപകടം ഉണ്ടാകുന്നത്. നമുക്കറിയാം ഈ ട്രെയിൻ ദുരന്തങ്ങളൊക്കെ കുറച്ചു കാലങ്ങളായി തന്നെ നമ്മൾ കേൾക്കുന്നതാണ്. ഇത്രയും വലിയൊരു ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് ഇത്രയും വലിയ അപകടങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. എന്തായാലും ഇതിന്റെ അന്വേഷണം എല്ലാം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. AC കോച്ചുകളിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആണോ ഈ തീപിടുത്തത്തിന്റെ കാരണം എന്നുള്ള കാര്യം വ്യക്തമല്ല. നിലവിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റെയിൽവേ. അതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ മാത്രമേ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തത വരികയുള്ളൂ. രമ്യ, ഇത് അതേസമയം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിനാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തിലേക്കുള്ള ട്രെയിനായിരുന്നു, എറണാകുളം ഹംസഫർ എക്സ്പ്രസ് ആണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഈ ഒരു ട്രെയിനിൽ മലയാളികളൊക്കെ നിരന്തരം സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ തന്നെയാണ്. അത്തരത്തിൽ മലയാളികളൊക്കെ യാത്ര ചെയ്യുന്ന ഒരു വിവരമൊക്കെ ലഭിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും രമ്യ, ഇതിൽ കൂടുതലും യാത്രക്കാരുണ്ടായിരുന്ന മലയാളികളാണ് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ മലയാളികൾ നേരത്തെ പറഞ്ഞതുപോലെ എറണാകുളത്തേക്ക് വരുന്ന ട്രെയിനായിരുന്നു, ടാറ്റാനഗർ എറണാകുളം ട്രെയിനായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ മലയാളികൾ തന്നെയാണ് ഇതിനകത്തുണ്ടായിരുന്ന യാത്രക്കാർ എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ ക്രിസ്മസ് വെക്കേഷനും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ യാത്രക്കാർ നാട്ടിലേക്ക് വരുന്നൊരു സമയം കൂടിയാണ്. അതിനിടയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. ഇതിലെ ഒരു മലയാളി യാത്രക്കാരന്റെ ഒരു പ്രതികരണമൊക്കെ വരുന്നുണ്ട്. പുലർച്ചെ 1 മണിയോടടുപ്പിച്ചാണ് ഈ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. D1 കോച്ചിലെ വാഷ് ബേസിനടുത്ത് ഒരുപാട് തുണികൾ കൂട്ടിയിട്ടിരുന്നു. അതിലേക്ക് തീപിടിച്ച് ഇത്രത്തോളം വലിയൊരു അപകടം ഉണ്ടാവുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും സംഭവത്തിൽ റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അവിടെ ഒരു തീപിടുത്തം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യാത്രക്കാരുടെയും ലോക്കോ പൈലറ്റിന്റെയൊക്കെ ഒരു ഇടപെടലിനെ തുടർന്നാണ് വലിയൊരു ദുരന്തം ഒഴിവായത് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ അപകട സമയം ട്രെയിൻ വളരെ പെട്ടെന്ന് തന്നെ നിർത്താൻ സാധിച്ചു. തുടർന്ന് യാത്രക്കാർക്കെല്ലാം പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. 2 കോച്ചുകളിലാണ് തീപിടുത്തം ഉണ്ടായത്. അത് AC ഉൾപ്പെടെയുള്ള കോച്ചുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം AC കോച്ച് പറയുമ്പോൾ വളരെ അടച്ചിട്ടൊരു ബോഗിയാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഒരു അപകടം വരുമ്പോൾ എത്ര വലിയൊരു ദുരന്തമാകേണ്ടതായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. നിലവിൽ ഇപ്പോൾ ഈ യാത്രക്കാരൻ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ തുണിക്കെട്ടുകളിലേക്ക് തീ വന്നതോടെയാണ് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നിലവിൽ ഇപ്പോൾ ഒരു മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 70 വയസ്സുള്ള ഒരു യാത്രക്കാരനാണ് മരിച്ചത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കൂടുതൽ വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നതേ ഉള്ളൂ. കൂടുതൽ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഈ തീ അണച്ചതിന് ശേഷം ഒരു കോച്ചിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. ആദ്യ സമയങ്ങളിൽ ആദ്യ മൃതദേഹമാണ് എന്നുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ടായിരുന്നു. പിന്നീടാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്.
70 വയസ്സ് തോന്നിക്കുന്ന ഒരു ആളുടെയാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയുന്നത്. ഇയാൾ എവിടെയുള്ള ആളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു അന്വേഷണം വരേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ അത്തരം വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ഈ 2 കോച്ചുകളുണ്ടായ യാത്രക്കാർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. മറ്റൊരു സ്റ്റേഷനിലേക്ക് ആളുകളെ ബസ് വഴി എത്തിക്കുകയും മറ്റൊരു ട്രെയിനിൽ യാത്രക്കാരെ സുരക്ഷിതമായി എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. നിലവിൽ ഇപ്പോൾ ഈ അന്വേഷണം എല്ലാം പുരോഗമിക്കുകയാണ്. ഈ തീപിടുത്തം ഉണ്ടായത് വളരെ പുലർച്ചെ ആയതുകൊണ്ട് വലിയൊരു അപകടം ക്കേണ്ടതായി. പക്ഷേ ഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്ന് തന്നെ നമുക്കിപ്പോൾ പറയാൻ കഴിയും. രമ്യ, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.